ഓം ശാന്തി. ഞാൻ ഈ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ ട്രസ്റ്റിയാണ്. ലൗകിക അലൗകിക ഉത്തരവാദിത്വങ്ങൾ നിമിത്ത ഭാവത്തോടെ പരിപാലിക്കുന്നു. ശരീര നിർവഹണം ചെയ്ത് ആത്മാവിൻ്റെ നിർവഹണവും ചെയ്യുന്നു. വീട്ടിലാണെങ്കിൽ ഈ സ്മൃതി ഉണ്ടാകുന്നു, ഞാൻ ഈശ്വരീയ കാര്യത്തിലേക്ക് സമർപ്പിതമാകുന്നു. ബാബ, ഈ സർവ്വതും അങ്ങയുടേതാണ്. ഞാൻ ട്രസ്റ്റിയാണ്. സദാ ഞാൻ ഈ സ്മൃതിയിലാണ്. ഞാൻ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ ട്രസ്റ്റിയാണ്. എന്നിൽ എന്താണോ ഉള്ളത് മുഴുവനും ബാബയുടേതാണ്. സർവ്വതും രുദ്രജ്ഞാനയജ്ഞത്തിലേതാണ്. ഞാൻ എന്ത് കഴിക്കുന്നുവോ ബാബയുടെ യജ്ഞത്തിൽ നിന്നും കഴിക്കുന്നു. ഞാൻ ട്രസ്റ്റിയാണ്. സർവ്വതും പ്രഭു അർപ്പിതമാണ്. സ്വയം ട്രസ്റ്റിയാണെന്നോർക്കുമ്പോൾ എൻ്റെതെല്ലാം യജ്ഞത്തിലേതാകുന്നു. ശരീരവും മനസ്സും ധനവും ബാബയുടേതാണ്. സർവ്വതും നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. സർവരുടെയും ദാതാവാണ്. എൻ്റെ പക്കലുള്ളതെല്ലാം ഞാൻ ബാബയ്ക്ക് അർപ്പിച്ച് ബാബയിൽ ഇൻഷുർ ചെയ്യുന്നു. ഞാൻ കേവലം ട്രസ്റ്റിയാണ്. നിമിത്തമായി സർവരുടെയും പാലന ചെയ്യുന്നു. കഴിക്കുന്നുണ്ടെങ്കിൽ ശിവബാബയുടെ യജ്ഞത്തിൽ നിന്നും കഴിക്കുന്നു. ധനം ഉപയോഗിക്കുമ്പോഴും യജ്ഞത്തിൻ്റെ ധനം എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്നു. സർവ സംബന്ധവും ബാബയോടാണ്. സർവരുടെ കൂടെ എൻ്റെ സേവാ സംബന്ധമാണ്. കാര്യം ബാബയുടേതാണ്. ഞാൻ നിമിത്തമായി ചെയ്യുന്നു. രുദ്രജ്ഞാനയജ്ഞത്തിൽ ഞാൻ ട്രസ്റ്റിയാണ്. സർവശക്തിവാൻ ബാബയുടെ ഈ അറിവ് സ്മൃതിയിൽ വെച്ച് ഞാൻ സമാനത്തിൽ സ്ഥിതമാകുന്നു. വീട്ടിലാണെങ്കിലും ഈ ഓർമ്മയുണ്ടാകണം, ഞാൻ ഈശ്വരീയ കാര്യത്തിനു വേണ്ടി സമർപ്പണമായിരിക്കുന്നു. ബാബ, സർവ്വതും അങ്ങയുടേതാണ്. ബാബയുടേതാണെന്ന് വിചാരിച്ചു നടക്കുമ്പോൾ ഭണ്ഡാരി ബാബയുടേതാണ്. ഭണ്ഡാരവും ബാബയുടേതാണ്. എന്താണോ കഴിക്കുന്നത് ശിവബാബയുടെ യജ്ഞത്തിൽ നിന്നും കഴിക്കുന്നു. എനിക്കെന്താണോ ലഭിക്കുന്നത് അത് യജ്ഞത്തിൽ നിന്നാണ്. ബാബയുടെ യജ്ഞത്തിലെ ധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൃദയത്തെ ശുദ്ധമാക്കാനുള്ള സഹജ വിധിയാണ് ട്രസ്റ്റിയാവുക. ഞാൻ ട്രസ്റ്റിയായി ഹൃദയം ശുദ്ധമാക്കുന്നു.
ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ച് ഞാൻ സമ്പാദ്യമുണ്ടാക്കുന്നു. ആരോഗ്യശാലിയായി അമരനാകുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കി വയ്ക്കുന്നു. അതിനായി സദാ ട്രസ്റ്റിയായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, മനസ്സുകൊണ്ട് സമർപ്പണമാകുന്നു. ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും കഴിക്കുന്നതിലൂടെ ഹൃദയം ശുദ്ധമാകുന്നു. രാഹുദശ ദൂരെയാകുന്നു. ഞാൻ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സദാ സുഖത്തിന്റെ സമ്പത്ത് നേടുകയാണ്. സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നതിനു വേണ്ടി പരിധിയില്ലാത്ത ബാബ എന്നെ പഠിപ്പിക്കുന്നു. ഇത് മംഗളകാരിയായ സംഗമയുഗമാണ്. ഇതിലോരോ കാര്യത്തിലും മംഗളമടങ്ങിയിട്ടുണ്ട്. ബാബയുടെ നിർദ്ദേശമാണ് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ച് 21 ജന്മത്തേക്ക് വേണ്ടി ജീവിതം അമരമാക്കി മാറ്റണം. ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സമർപ്പിതമാകണം. ശ്രീമതമനുസരിച്ച് ചിലവ് ചെയ്യുന്നു. പൂർണ്ണമായും ട്രസ്റ്റിയാകുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സഹയോഗത്തിന്റെ ശക്തിയിലൂടെ സഹയോഗികളല്ലാത്തവരെ സഹയോഗികളാക്കുന്ന ബാപ്പു സമാനം പരോപകാരിയാകുന്നു. ബലഹീനരെന്ന് മനസ്സിലാക്കി വിട്ടുകളയില്ല, മറിച്ച് ശക്തി കൊടുത്ത് ബലവാനാക്കി മാറ്റുന്നു. ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കൂ എങ്കിൽ സേവനമാകുന്ന ആഭരണങ്ങൾക്കുമേലെ രത്നങ്ങൾ തിളങ്ങും. അതായത് സഹജമായി പ്രത്യക്ഷതയുണ്ടാകും. ക്രോധത്തിന് കാരണം സ്വാർത്ഥത അഥവാ ഈർഷ്യയാണ്. ഇതാണ് ദേഷ്യത്തിന്റെ വേര്. ആദ്യം ഇതിനെ തന്നെ സമാപ്തമാക്കൂ. ഓം ശാന്തി.